നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഹരിവംശ പ്രഭാഷണ പരമ്പരയുടെ 30ാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ടു, ഗോമന്തപർവ്വത്തിൽ വെച്ചിട്ട് ജരാസന്ധാദികളായ രാജാക്കന്മാരൊക്കെ കൃഷ്ണൻ രാമനും ജയിച്ചു. ജരാസന്ധനെ കൊല്ലാതിരുന്നത് ജരാസന്ധനെ കൊല്ലാൻ തക്കവണ്ണം അടുത്ത സമയത്ത് ബലരാമൻ കൊല്ലാൻ ശ്രമിച്ചതാണ്. കൊല്ലുമെന്നൊരു ഘട്ടം വന്നപ്പോൾ ആകാശവാണിയായിട്ട് അശരീരി വാക്യമായിട്ടൊരു വാക്യമുണ്ടായി. ദേവന്മാരുടെ വാക്യമാണെന്നാണ് സങ്കല്പം. അല്ലെ, ബലരാമ, നിന്നാൽ വധിക്കപ്പെടേണ്ടവനല്ല ഈ ജരാസന്ധൻ, ഇയാളെ വധിക്കുന്നയാൾ വേറെ ആളാണ്, അതുകൊണ്ട് ഒഴിയൂ എന്ന് പറഞ്ഞപ്പോൾ ബലരാമൻ കൊല്ലാതെ വിട്ടു എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മധുരാപുരിയിലുള്ള ആൾക്കാർ കേട്ടു. ആൾക്കാരൊക്കെ വലിയ സന്തോഷമായിട്ട് മധുരാപുരിയിൽ തിരിച്ചെത്തിയ കൃഷ്ണനെയും ബലരാമനെയും കേമായി സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. പിന്നീട് തുടർന്നുള്ള അധ്യായങ്ങൾ പറയുന്നത് കുറച്ച് ദിവസം അങ്ങനെ സന്തോഷമായിട്ട് അവർ മധുരാപുരിയെ കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക ഒരിക്കൽ ബലരാമൻ കൃഷ്ണനോട് പറഞ്ഞു, ഞാൻ അമ്പാടിയിലേക്ക് വൃന്ദാവനത്തിലേക്ക് പോയിട്ട് വരാം. പണ്ട് കഴിഞ്ഞ സ്ഥലമാണല്ലോ, അവിടെയാണ് പോറ്റമ്മയായ യശോദയും നന്ദഗോപരൊക്കെ ഉള്ളത്. ധാരാളം സുഹൃത്തുക്കളുണ്ട്, അവിടത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അമ്പാടിയിലേക്ക് പോയി. ആ കഥയാണ് പിന്നീട് പറയുന്നത്. പ്രസിദ്ധമായ യമുനാകർഷണം എന്ന കഥയാണ്. അവിടെ ചെന്നപ്പോൾ വൃദ്ധന്മാരായ ഗോപന്മാരൊക്കെ ബലരാമനെ വേണ്ട പോലെ സ്വീകരിച്ചു. അവർ ഈ കഥകളൊക്കെ കേട്ടിരുന്നു. ഗോമന്തപർവ്വത്തിൽ വെച്ച യുദ്ധത്തെ പറ്റിയൊക്കെ അപ്പോഴേ ഈ നാട്ടിലുള്ള അത് ആ വാർത്ത വരുന്നിരുന്നു. അതുകൊണ്ട് പറഞ്ഞു, അല്ലയോ രാമ, നീയും കൃഷ്ണനും കൂടിയിട്ട് ജരാസന്ധാദികളായ രാജാക്കന്മാരെയൊക്കെ തോൽപ്പിച്ചു എന്ന് ഞങ്ങൾ കേട്ടു, നീ വന്നത് വളരെ നന്നായി എന്നൊക്കെ പറഞ്ഞ് അവരെ കേമായിട്ട് സൽക്കരിച്ചു. ബലരാമനെ കാര്യമായി സൽക്കരിച്ചു. അങ്ങനെ ബലരാമനാകട്ടെ തൻ്റെ പഴയ തോഴന്മാരൊക്കെ ആയിട്ട് ഹലായുധനായ ഈ ബലരാമൻ ഗോപസ്ത്രീകളോടൊപ്പം രമിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ ധാരാളം മദ്യം സേവിച്ചു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. ജ്ഞാതികളോട് ചേർന്നിട്ട് നല്ല മാതിരി മദ്യമൊക്കെ സേവിച്ചു. വനാന്തരത്തിൽ മതവിവർത്തനായി നടക്കുകയായിരുന്നു. ധാരാളം മനോഹരമായ സുഗന്ധ പുഷ്പങ്ങളുണ്ടായിരുന്നു. പ്രകൃതിയൊക്കെ കനിഞ്ഞരടിയായ കാമത്തെ വർദ്ധിപ്പിക്കുന്നതായ അന്തരീക്ഷം ഉണ്ടായിരുന്നു. അങ്ങനെ ചന്ദ്രൻ തേച്ച മാറോട് കൂടിയിട്ട് വനമാല എളിഞ്ഞ് കുണ്ടലധാരിയായിട്ട് ഈ ബലരാമൻ കൈലാസം ചേർന്ന മന്ദിരം പോലെ വളങ്ങി എന്നൊക്കെ കുറേ അലങ്കാരങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് ബലരാമന് തോന്നിയത്, എനിക്കൊന്ന് സ്നാനം ചെയ്ത് കളയാം, കുളിച്ച് കളയാൻ തോന്നി. അപ്പോൾ അടുത്തൂടെ എഴുതുന്നുണ്ട് യമുനാനദി, അതാ കാളിന്തി. യമുനാ കാളിന്തിയൊക്കെ പര്യായം പോലെ പ്രയോഗിക്കാറുണ്ട്. കളിന്തജയുടെ പുത്രിയായത്, കളിന്ത മഹർഷിയുടെ പുത്രിയായതുകൊണ്ട് കാളിന്തി എന്ന് പറയുകയാണ്. ആലോചിക്കട്ടെ, ആ കാളിന്തിയോട് ഇവിടെ ഇടയ്ക്ക് യമുന ഒന്നും കാണാം, അതാണ് പര്യായങ്ങളായിട്ട് പറയുന്നു പറഞ്ഞത്. അവരോട് പറഞ്ഞു, ഞാൻ എനിക്ക് ഒന്ന് കുളിക്കണമെന്നുണ്ട്, അതുകൊണ്ട് യമുനയോട് പറഞ്ഞു, നദികളൊക്കെ പൗരാണികന്മാരും കവികളൊക്കെ സ്ത്രീകളായിട്ടാണ് കണക്കാക്കുക, അതുകൊണ്ട് നീ എൻ്റെ അടുത്തേക്ക് വരും, എനിക്കൊന്ന് കുളിക്കണം എന്ന് പറഞ്ഞു. രാമൻ യമുനയോടോതി കുളിക്കേണം മഹാനദി വരികൻ അരികത്തെത്തു രൂപം പൂണ്ട അബ്ധിഗാമിനി കാണിച്ചത്. അബ്ധിഗാമിനി അബ്ധി സമുദ്രം, സമുദ്രത്തിലേക്ക് ഒഴുകിപ്പോകുന്ന അവളെ എനിക്കൊന്ന് കുളിക്കണമെന്നുണ്ട്, അതുകൊണ്ട് നീ സ്ത്രീ സ്വരൂപം ചെയ്തിട്ട് എൻ്റെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞു. സംഘർഷണൻ മതിച്ചോതും വാക്കിനെത്തിക്കണിച്ചവൾ ആ സ്ഥലത്തേക്കു ചെന്നില്ല, സ്ത്രീത്വത്താൽ മൂഢയായവൾ എന്നാണ് കവിവാക്യം. അപ്പം ഇങ്ങനെ ചെല്ലാൻ പറഞ്ഞപ്പോൾ ഇയാള് മതോന്മത്തനാണ്, മദ്യപിച്ചിരിക്കുന്ന ആളാന്നൊക്കെ ഭാരതിക്ക് മനസ്സിലായി. അതുകൊണ്ട് അവൾ ആ വാക്കിനെ വില വെച്ചില്ല, അത് ധിക്കരിച്ചു എന്നർത്ഥം. മതോന്മത്തനായി പറയുന്ന ഒരാളുടെ വാക്ക് അങ്ങനെ അനുസരിക്കാൻ പറ്റില്ലല്ലോ. മദ്യപാനം കൊണ്ട് ബുദ്ധി കെട്ടിട്ട് പറയുമായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് ദേഷ്യം വന്നു. അപ്പോൾ ചൊടിച്ചു ബലവൻ രാമൻ മതം എന്നവൻ, ഞാൻ കവി പറയുന്നു, മതമുള്ളവനായ ആ മദ്യപിച്ച് കേട്ട ആളെന്ത് ചെയ്തു, ദേഷ്യം വന്നു. എൻ്റെ കലപ്പ മനസ്സിൽ വിചാരിച്ചു. കലപ്പ കയ്യിൽ വന്നു. ആ കലപ്പയുടെ മുൻഭാഗം ഈ യമുനയുടെ തീരത്തേക്ക് താഴ്ത്തിയിട്ട് യമുനയെ പിടിച്ചു വലിച്ചു. അങ്ങനെയാണ് യമുനാകർഷണം. മുനതാഴ്ത്തും കലം കൊണ്ടു വക്കത്തായി സരിത്തിനെ രാമൻ യമുനയെ ധൂർത്ത സ്ത്രീയെ പോലെ വലിച്ചുതേ. ധൂർത്തയായ സ്ത്രീയെ പോലെ അവളെ മുടിക്കൊത്തിലൊക്കെ പിടിച്ചിട്ട് സ്ത്രീകളെ വലിച്ചുകൊണ്ടല്ലോ, അതേപോലെ യമുനയെ കുറേ ദൂരം അതിൻ്റെ ശരിയായ ഒഴുക്കിൻ്റെ മാർഗത്തിൽ നിന്ന് വിഭിന്നമായൊരു മാർഗത്തിലേക്ക് പിടിച്ചു വലിച്ചു. അതാണ് പ്രസിദ്ധമായ യമുനാകർഷണം. വാളാപ്പാണ് ഭയന്നു. കരിവച്ച വഴിക്കൂടിൽ വഴിക്ക് ഊക്കിൽ വളഞ്ഞൊഴുകും ആ പുഴ.
അപ്പോൾ എവിടത്തേക്കാണോ ഈ കലപ്പ വലിച്ചത് ആ മാർഗത്തിലൂടെ ഒഴുകാൻ തുടങ്ങി. പക്ഷെ അവളാപ്പാടെ പരിഭ്രമിച്ചു, സ്തബ്ധയായി. രാമനെ തൊഴുതുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, അല്ലെ രാമായ എന്നോട് ക്ഷമിക്കണം, എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്, എൻ്റെ ഈ നദി ഇങ്ങനെ കലങ്ങി ഞാൻ വൈകുകയും ചെയ്യും. സമുദ്രത്തെ നദികളുടെ ഭർത്താവായിട്ട് കരുതാറുണ്ട്. സമുദ്രത്തിൻ്റെ പത്നിയായിരിക്കുന്ന ഞാൻ അവിടെ ഇങ്ങനെ കലങ്ങിയ വെള്ളത്തോട് കൂടി ചെന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വ്യഭിചാരം ചെയ്തു എന്ന് വിചാരിക്കും. അഥവാ മറ്റ് സപത്നിമാർ, മറ്റ് ഭാര്യ, ധാരാളം പുഴകൾ നദിയിലേക്ക് ഒഴുകി വരുമല്ലോ, അവരൊക്കെ സപത്നികളായിട്ട് കണക്കാക്കിയിട്ട് പറയുകയാണ്, അവരൊക്കെ എന്നെ പരിഹസിക്കും. നിറയാകുന്ന ചിരിയോടുകൂടി പുഴയിൽ നിറയും പതയൊക്കെ ഉണ്ടാവില്ല, എന്നെ പരിഹസിക്കുന്നൊക്കെയാണ്. അതുകൊണ്ട് എന്നെ വിഷമിപ്പിക്കരുത്. ആടിയിൽ ചെൽകിൽ മുൻപെത്തും വേഗമേറും സപത്നികൾ. മറ്റു ഭാര്യമാരൊക്കെ കടലിൽ വേഗത്തുന്നോ അവരെന്ത് ചെയ്യും? ഹസിക്കും ഭേനഹാസത്താൽ വെള്ളം മാറി ഗമിക്കുകയിൽ. ഞാൻ ഉപഭോഗിയായ സ്ത്രീയാണെന്ന് വിചാരിക്കും, അന്യാനായ ഒരാളെ പ്രാപിച്ചു എന്ന് വിചാരിക്കും. അതുകൊണ്ട് മുടിയാൽ നിൻ കാലടിയിൽ വീടുന്നൻ ലാങ്കലായുധാ നീ തരും വഴിയെ പോകാൻ ഇച്ഛിക്കുന്നൻ മഹാഭുജ. ഒരു തൊഴുതു. രാമൻ പറഞ്ഞു, എൻ്റെ യശസ്സപ്പം ഉണ്ടായിക്കോട്ടെ, ഞാൻ പറഞ്ഞ വഴിക്ക് നീ പോകൂ. നീ എന്ത് ചെയ്യൂ? നിന്റെ വെള്ളം കൊണ്ട് ഈ പ്രദേശങ്ങളൊക്കെ നനയ്ക്കൂ. വെള്ളം നൽകി നനച്ചാലോ മഹിലം ശുഭരൂപിണി. നിനക്കിതാണ് സന്ദേശം സുഭ്രു സാഗരഗാമിനി. സമുദ്രത്തിലേക്ക് പോകുന്നവളെ നിനക്ക് എന്നോട് പറയാനുള്ള ഇതാണ് എന്ന് പറഞ്ഞിട്ട് വിടുകയും ചെയ്തു. അപ്പോൾ ചുരുക്കത്തിൽ അതിന് ആന്തരികമായ അർത്ഥമായിട്ട് പലരും പറഞ്ഞിട്ടുള്ളത്, ഈ വെള്ളമില്ലാത്ത സ്ഥലത്തേക്ക് ചാല് കയറി വെള്ളം കൊണ്ടുവന്നു രാമൻ. അതാണ് യഥാർത്ഥം എല്ലാം ചെയ്തതെന്ന്. അതുകൊണ്ടാണ് ആധുനിക കാലത്ത് വൈലോപ്പിള്ളി എഴുതിയിട്ടുണ്ട്, അത്ര മഹാന്മാർക്കേ ഭൂതദയയിൽ നിന്ന് ഇത്തരമുണ്ടാവൂ നിർദ്ദയത്വം. ഊഷരമായി പോന്ന ഭൂമിയിലേക്ക് വെള്ളമെത്തിക്കാൻ രാമൻ ചെയ്തത്. രാമൻ ആദ്യത്തെ കർഷകനായി വാണു എന്നൊക്കെ കവി അതിനെ വാഴ്ത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ നീരൊഴുക്കില്ലാത്ത സ്ഥലത്തേക്ക് ചാല് കയറി നദി അങ്ങോട്ട് ഒഴുക്കി. വലിയൊരു ലോകസേവനമായി ചെയ്തത്. പക്ഷെ അത് പുരാണങ്ങളിൽ പറയുന്നില്ല. അങ്ങനെയാണെന്നില്ല ആന്തരാശയം എന്ന് പറയും. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം താമസിച്ചിട്ട് പിന്നെ രാമൻ വിചാരിച്ചു, ബുദ്ധി കൊണ്ടിട്ടുണച്ചവൻ വീണ്ടുമേ മധുരയ്ക്കെത്തിക്കൊണ്ടാനാരോഹിണി സുതൻ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടി അവിടെ താമസിച്ച ശേഷം മധുരയിലേക്ക് തന്നെ പോവുകയും ചെയ്തു. അവരധ്യായം. പിന്നീടാണ് രുക്മിണി സ്വയംവരത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ വർണ്ണിക്കാൻ. ഇവിടെയൊക്കെ ഭാഗവത്ത് വളരെ വ്യത്യസ്തവും വിചിത്രവുമായ ആഖ്യാനമാണ് കാണാൻ. ഏതെങ്കിലും പുരാണങ്ങളിൽ ഇങ്ങനെ വേറെ പറഞ്ഞിട്ടുള്ള സംശയമാണ്. കാരണം രുക്മിണി സ്വയംവരം പ്രഖ്യാതമായിട്ടുള്ളത് രുക്മിണി കൃഷ്ണനെക്കുറിച്ചൊക്കെ ആയിട്ട് കൃഷ്ണനിൽ അനുരാഗമുള്ളവളായി അവളൊരു ദൂതനെ അയച്ചു, സന്ദേശം എഴുതി കൊടുത്തോ പറഞ്ഞു കൊടുത്തോ ഒന്നും അറിയില്ല. അതിനെപ്പറ്റിയൊക്കെ പലതും. എന്നാൽ ആ സന്ദേശം കൃഷ്ണന് കിട്ടി. സന്ദേശം കിട്ടിയ കൃഷ്ണൻ രുക്മിണിയിൽ ആകൃഷ്ണനായിരുന്നു. അതുകൊണ്ട് സ്വയംവരം നടക്കുന്നതിന് തലേ ദിവസം പോയിട്ട് അവള് ശ്രീപാർവതിയുടെ ക്ഷേത്രത്തിൽ ദർശിക്കാൻ വരുന്ന സമയത്ത് ആ ക്ഷേത്രനടയിൽ വെച്ച് തന്നെ സകല രാജാക്കന്മാരും തൻ്റെ തേരിലേക്ക് വലിച്ചു കയറ്റി കൊണ്ടുവന്നു. അദ്ദേഹത്തിന് സഹായികളായിട്ട് നാരായണ സൈന്യവും എല്ലാവരൊക്കെ അവിടെ എത്തിയിരുന്നു. അവരൊക്കെ എതിർക്കാൻ വന്ന രാജാക്കന്മാരെ ഇവിടെ നിന്ന് തോൽപ്പിച്ചിട്ട് ഈ രുക്മിണിയെ മധുരാപുരിയിലെത്തി അവിടെ വെച്ചിട്ട് ഗംഭീരമായിട്ട് വിവാഹം ചെയ്തു എന്നൊക്കെയാണ്. അത് ദ്വാരകയിൽ വെച്ച് ചെയ്തു. അവിടെ അങ്ങനെ നല്ല കഥയുള്ളത്. ഏതായാലും ആ ഭാഗങ്ങൾ നോക്കാം നമുക്ക്. അപ്പം ഇങ്ങനെ ബലരാമൻ മധുരയിൽ എത്തിച്ചേർന്നു. ബലരാമൻ കൃഷ്ണൻ അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുക വാർത്തകൾ അറിയിക്കുന്ന ആളിൽ വന്നിട്ട് ചില വാർത്തകളൊക്കെ പറഞ്ഞത്. രാജാക്കന്മാർക്ക് വാർത്തകൾ അറിയുന്ന ചാരന്മാരാണ്. ഒരു രാജ്യത്തിന് പല ഭാഗത്ത് സഞ്ചരിക്കും. അപ്പോൾ അടുത്ത പ്രദേശങ്ങളിലോ രാജ്യത്തിനുള്ളിൽ തന്നെയുള്ള വിശേഷങ്ങളായ സംഭവങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അത് അറിയിക്കുമല്ലോ. അങ്ങനെയുള്ള ആളിൽ വന്നിട്ട് പറഞ്ഞു എന്നാണ്, ഇതിനിടയ്ക്ക് വന്നെത്തി ലോകവൃത്താന്ത സൂചകർ. ലോകവൃത്താന്തങ്ങളെ സൂചിപ്പിക്കുന്നവരായ ആളിൽ വന്നിട്ട് ആ മധുരാപുരീതികൾ പ്രസ്താവിച്ചു എന്നാണ്. പ്രത്യേകിച്ച് കൃഷ്ണനോട് പറഞ്ഞു, ജനാർദ്ദന ക്ഷോണിവാലൻ ക്ഷോണിക്കീശൻ സമാഗമം. ഇവിടെ അടുത്ത് ഉള്ളതാ ജനങ്ങൾ ചൊല്ലിക്കേൾക്കുന്നു വർത്തമാനം പ്രസിദ്ധമായി. കൃഷ്ണ പ്രസിദ്ധമായൊരു വർത്തമാനം ഇപ്പോൾ കേൾക്കാനുള്ളതാണ്. രുക്മിണിക്കൊന്നാം സഹോദരിയായുണ്ട് രുക്മിണി എന്നവൾ. രുക്മി എന്ന് പറയുന്ന രാജാവിൻ്റെ സഹോദരിയായിട്ട് രുക്മിണി എന്നൊരു കന്യകയുണ്ട്. ഭീഷ്മകൻ്റെ മകളാണ്. അവൾ കുണ്ടൻ നഗരത്തിലെ വിദർഭ രാജ്യത്താണ്. അവൾക്ക് വിവാഹം ഉണ്ടെന്ന് കേൾക്കുന്നു. 3 ദിവസം കഴിഞ്ഞിട്ടാണ് വിവാഹം. അതുകൊണ്ട് ആ രുക്മി അനവധി രാജാക്കന്മാരെ ക്ഷണിച്ചിട്ടുണ്ട്.
അവൾ വലിയ ത്രിലോകസുന്ദരിയാന്ന് കേൾക്കുന്നുണ്ട്. ആ ത്രിലോകസുന്ദരിക്കു മൂന്നാം നാളെ അഥവാ രുക്മഭൂഷണമണ്ടോകങ്ങ് ഉണ്ടുപോലും സ്വയംവരം. രുക്മിണി എന്നൊക്കെ പറഞ്ഞാൽ സ്വർണം പോലെ ശോഭിക്കുന്നതൊക്കെ രുക്മിത സ്വർണ്ണൻ. അങ്ങനെയുള്ള ആ രുക്മിണി ശീലഗുണമൊക്കെ ഉള്ളവളാണ്. രാജാക്കന്മാരിതാ അനവധി ആൾക്കാർ അങ്ങോട്ട് പോവാൻ. ആനതേർ അശ്വങ്ങളേറി ചെല്ലും യോഗ്യവർക്കഹോ, നമുക്ക് കാണാം ഇവിടെ ശിബിരങ്ങൾ അസംഖ്യമേ. രാജാക്കന്മാർ ചതുരംഗ സൈന്യങ്ങളോടുകൂടി ക്ഷേമമായിട്ട് പുറപ്പെടുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതങ്ങ് കേട്ട് കഴിഞ്ഞപ്പോൾ ഉള്ളിൽ ശല്യം പോലെ കയറും. ഈ വാക്യം കേട്ടു കേശവൻ പുറപ്പെട്ടു യദുശ്രേഷ്ഠൻ യദുപ്പടയോടൊത്തവൻ. ശല്യം കയറുന്ന പോലെ, മുള്ളു കറുത്ത പോലെ, അഥവാ അമ്പേറ്റത് പോലെ എന്ന് പറഞ്ഞത് തന്നെ പോലുള്ളതൊന്നും അറിയിച്ചില്ല രുക്മിണിക്ക് സ്വയംവരം ഉണ്ടെന്നുള്ളതായിരിക്കാം. അല്ലെങ്കിൽ രുക്മിണി പരന്മാർക്ക് എത്തിപ്പെടുമെന്ന് ഭയന്നിട്ട് അതുകൊണ്ടുള്ള വിഷമായിരിക്കാം. നമുക്ക് ഊഹിക്കാം മതി. എന്നാൽ അവിടുന്ന് പുറപ്പെട്ടു വന്നിട്ട് രാജാധികാരത്തിലുള്ളത് ഉഗ്രസേനാണല്ലോ. ഉഗ്രസേനോട് പറഞ്ഞു, രാജാവേ ഞാൻ അവിടെ ഭീഷ്മക രാജ്യത്തേക്ക് പോവാണെന്ന് പറഞ്ഞു. ഉഗ്രസേനൻ പറഞ്ഞു, അല്ലയോ കൃഷ്ണ, നീ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ കാര്യം കഷ്ടാവും. നിന്റെ കയ്യൂക്കിൽ വിശ്വാസം അർപ്പിച്ചിട്ടാണ് ഞങ്ങളിവിടെ കഴിയുന്നത്. അതുകൊണ്ട് നീ നാഥൻ ഉള്ളുണ്ണി, നിൻ കയ്യൊക്കെ ആശ്രയിച്ചവൻ, നീ നാഥനായിട്ടുള്ളവനാണ്, നീ പോരുതേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു, അങ്ങ് പരിഭ്രമിക്കുന്നത് കൊണ്ട് അവിടെ വേണ്ട ആൾക്കാരൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് അങ്ങ് പരിഭ്രമിക്കരുതെന്നുള്ളൂ നിങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ ഏതായാലും പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അല്ല മനസ്സുകൊണ്ട് സാക്ഷാൽ ഗരുഡനെ വിചാരിച്ചു എന്നാണ്. ഭാഗവത്തിൽ നിന്നും ഗരുഡന്റെ പുറത്താണ് പോയതെന്നൊന്നും സൂചനകളില്ല. വായുവേഗത്തിൽ സഞ്ചരിക്കുന്ന തേരിൽ കയറി കുണ്ടല നഗരത്തിൽ എത്തിയെന്നൊക്കെയുള്ളൂ. ഏതായാലും ഇദ്ദേഹം ഇങ്ങനെ വിചാരിച്ചപ്പോൾ ചിന്തിച്ച മാത്രമേ തന്നെ അറിഞ്ഞു വിനതാത്മജൻ സ്വരൂപം പൗസോടും അണഞ്ഞു കേശവാന്തിയെ. അവന്റെ കാറ്റിളക്കിയിടും ചിറകിൻ വീശലാരുടൻ വിറച്ചു മർത്തരെല്ലാരും കുനിഞ്ഞു ഓടിയിൽ വീണുപോയി. ഗംഭീരനായ ആളാണ് ഈ ഗരുഡന്റെ കഥകളൊക്കെ മഹാഭാരതത്തിൽ ആദ്യത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഗരുഡന്റെ ചിറകടിയുടെ ഊക്കുകൊണ്ട് വൃക്ഷങ്ങളൊക്കെ വീണുപോയി, ഇതെല്ലൊക്കെ നിലത്ത് വീണു നോക്കിയാൽ പറഞ്ഞത്. അങ്ങനെ ഗംഭീരമായ ആ പക്ഷി വന്നു നിന്നു. ആ പക്ഷിയോട് കൃഷ്ണൻ പറഞ്ഞു, സ്വാഗതം ഹേ ഖഗശ്രേഷ്ഠ. ഇത് ബഹുമാനായിട്ടാണ്. തൻ്റെ വാഹനമൊക്കെ ആണെങ്കിൽ സ്വാഗതം നോക്കി അവൻ എന്നിട്ട് പറഞ്ഞു, നമുക്ക് കൈശികന്റെ ഗൃഹത്തേക്ക് പോകാം. പത്രരഥോത്തമ. ഈ കൈശികനെ പറ്റിയൊന്നും ഭാഗവത്തിൽ പരാമർശയില്ല. കൈശികൻ ഇവിടെ പറയുന്നത് രുക്മിണിയുടെ പിതാവായ ഭീഷ്മകന്റെയും കൂടി അച്ഛനാണ്. രുക്മിണിയുടെ മുത്തച്ഛനാണ്. അദ്ദേഹത്തെ അടുത്തേക്കാണ് ഇദ്ദേഹം പോകുന്നത്. ആ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്കാണ്. യഥാർത്ഥത്തില് സ്വയംവരമൊക്കെ നടക്കുന്ന ഭീഷ്മന്റെ കൊട്ടാരത്തിലാണ്. ഇതിലെ തന്ത്രങ്ങളാണ് അവിടെ ഇല്ല ഇത്. കാരണം ഭീഷ്മകന്റെ മകനായ രുക്മിക്കും തന്നെ കുറിച്ച് ഉള്ളിൽ ബഹുമാനമൊന്നുമില്ല എന്നറിയായിരുന്നു കൃഷ്ണൻ. അതുകൊണ്ടാണ് അവിടെ പോകാതിരുന്നതെന്നൊക്കെ ഇനിയുള്ള സൂചനകളിൽ നിന്ന് മനസ്സിലാവും. ഭാഗവത്തിൽ അങ്ങനെയല്ല. ഭാഗവത്തിൽ ഭീഷ്മകന് കൃഷ്ണനോട് കൃഷ്ണനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളായിട്ട് കാണുന്നില്ല. രുക്മിക്ക് ഉണ്ടായിരുന്നു. രുക്മിക്ക് അദ്ദേഹം കൃഷ്ണവിരോധിയായിരുന്നു. തൻ്റെ സുഹൃത്തായ ശിശുപാലന് രുക്മിണിയെ വിവാഹം ചെയ്ത് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണെന്നൊക്കെ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ കഥയിലൊക്കെ ഇങ്ങനെ ചില മാറ്റങ്ങളുണ്ട്. ആ കൈശികന്റെ കൊട്ടാരത്തിലേക്കാണ് ഏതായാലും കൃഷ്ണൻ പോയത്. അവിടെ ചെന്നപ്പോൾ കൈശികൻ തന്നെ താൻ എഴുന്നേറ്റു ഹർഷം പൂണ്ട മനസ്സുടും ഉന്നമേ കണ്ണനായി കൽപ്പിച്ചിരിക്കും ദിവ്യമന്ദിരം എന്നൊക്കെയാ പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ വരുന്നൊക്കെ അറിഞ്ഞിട്ട് എന്ന പോലെ കൃഷ്ണന് വേണ്ടിയിട്ട് പ്രത്യേകമായ വാസസ്ഥലങ്ങളൊക്കെ ആദ്യമേ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അവിടത്തേക്ക് ആനയിച്ചു. കേമായ നല്ല വാക്കൊക്കെ പറഞ്ഞു. കയറി കൈലാസം ഈശാനൻ പോലെ ശ്രീമന്തലാന്യതൻ. കൈലാസിൽ കയറുന്ന ശിവനെ പോലെ എന്നൊക്കെയാ പറഞ്ഞത്. സുഖം വാണിയിട്ട് ഞാൻ അവിടെ കഴിച്ചു കൂട്ടി. ആ സമയത്ത് രാജാവ് കണ്ട പോലെ ബഹുമാനിച്ചിട്ട് ആദിത്യ സൽക്കാരങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ മറ്റ് രാജാക്കന്മാർ പോകുന്നുണ്ട് നേരത്തെ വാർത്താഹരന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ. അവർ പറഞ്ഞ പോലെ കുണ്ടല നഗരത്തിൽ മുഴുവൻ അനവധി രാജാക്കന്മാർ തമ്പടിച്ചിരുന്നു. സ്വയംവരം ഉണ്ടായാൽ ഓരോ ആളും കന്യകാർത്ഥിയായിട്ട് കന്യകയെ തങ്ങൾക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കുന്നവരാണ് അനവധി രാജാക്കന്മാർ. അവിടെ ജരാസന്ധനുണ്ടായിരുന്നു, ദന്തവക്തനുണ്ടായിരുന്നു, സുനീതൻ എന്ന് പറഞ്ഞവർ, ഇങ്ങനെ കുറേ ആൾക്കാരെ പേര് പറയുന്നുണ്ട്. അങ്ങനെ ഈ രാജാക്കന്മാരൊക്കെ കൂടി കേട്ടു, കൃഷ്ണൻ കൈശികന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കുണ്ടൽ നഗരത്തിന്റെ അന്യ ഭാഗത്തായിരിക്കണം. രാജാക്കന്മാർക്കൊക്കെ പ്രത്യേകം വാസസ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. രാജകൊട്ടാരം എന്നൊക്കെ പറയുന്നത് നമ്മളെ പോലെ ചെറിയ വീടല്ലോ. ഒരേ വീട്ടിൽ കുറേ ആൾ താമസിക്കല്ല. വലിയ നഗരത്തിൽ പലയിടത്തായിട്ട്
വാസഗ്രഹങ്ങളുണ്ടാവും. അവിടെ കൃഷ്ണൻ എത്തിയിട്ടെന്ന് അവരറിഞ്ഞു. അങ്ങനെ അറിഞ്ഞപ്പോൾ കൃഷ്ണനോട് പ്രത്യേകിച്ച് ബഹുമാനമൊന്നുമില്ലെങ്കിലും ചിലർക്ക് ഭയമാണ് കൃഷ്ണനെ, ചിലർക്ക് വിരോധം തന്നെ ഉണ്ടായിരുന്നു, കുറച്ച് ചിലർക്ക് ബഹുമാനം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള രാജാക്കന്മാരൊക്കെ കൂടി ഒരു സഭ ചേർന്നിട്ട് കൃഷ്ണൻ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് ആലോചിച്ചു എന്നാണ് പിന്നത്തെ അധ്യായത്തിൽ. ഇങ്ങനെ ആലോചനയെക്കുറിച്ചൊന്നും ഭാഗവത്തിലില്ല. അവിടെ കൃഷ്ണൻ വന്നിട്ട് കേട്ടപ്പോൾ അവരേതായാലും കൃഷ്ണൻ എന്തെങ്കിലും അപകടം ചെയ്യുകയാണെങ്കിൽ കൃഷ്ണൻ നേരിടണം, കൃഷ്ണൻ കന്യയെ തട്ടിക്കൊണ്ടുപോകുന്നത് തടയണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നല്ലാതെ ഇത്ര വിസ്തരിച്ചൊരു കാര്യാലോചനാ യോഗത്തെ പറ്റിയൊന്നും പരാമർശങ്ങളില്ല. ഏതായാലും ഇവിടെ വളരെ വിചിത്രമായിട്ടാണ് കഥ. ഇവിടെ ജരാസന്ധനാണ് സഭയ്ക്ക് അധ്യക്ഷനായിരുന്നത്. നമ്മൾ നേരത്തെ കണ്ടു, ജരാസന്ധൻ 17 പ്രാവശ്യം കൃഷ്ണനെ തോൽപ്പിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യാൻ വന്നയാളാണ്. 18ാമത്തെ പ്രാവശ്യം ഗോമന്തപർവ്വത്തിൽ വെച്ച് കൃഷ്ണൻ്റെ ചില വിദ്യകളുണ്ട്, അവരെയൊക്കെ നിഷ്പ്രഭരാക്കി കൃഷ്ണൻ രക്ഷപ്പെടുകയാണ് ചെയ്തത്. ബലരാമൻ ഈ ജരാസനെ കൊല്ലും എന്നുള്ള നില തന്നെ വന്നിരുന്നു. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ ആകാശവാണിയെ മാനിച്ചിട്ട് അവർ കൊല്ലാതെ വിട്ടുകയാണ്. അങ്ങനെയുള്ള ജരാസന്ധൻ്റെ ഇപ്പോഴത്തെ വാക്കുകൾ കേട്ടാൽ അത്ഭുതം തോന്നും നമുക്ക്. അദ്ദേഹം പറഞ്ഞത്, കേൾപ്പിൻ മന്നവരെല്ലാവരും ധീമൻ ഭീഷ്മകരാജനും. രാജാക്കന്മാരെ, ഭീഷ്മക നിങ്ങൾ കേൾക്കൂ, ആ കൃഷ്ണൻ ഇവിടെ വന്നിട്ട് കണ്ടു. കണ്ണനെന്ന് പോലുന്നോരാ വസുദേവസുതൻ ബലി, വസുദേവപുത്രനായ ബലവാനായിരിക്കുന്ന കൃഷ്ണൻ വന്നിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കണം. അയാൾ ചിലപ്പോൾ കന്യയെ കട്ടിടും, കന്യകയെ എങ്ങനെയെങ്കിലും കിട്ടുക നോക്കാനുള്ള വഴിയൊക്കെ അയാൾ ചെയ്തു തരും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആളെ ജയിക്കുക തന്നെ എളുപ്പമല്ല. ഇദ്ദേഹം തന്നെ പറഞ്ഞു, കാരണം പല പ്രാവശ്യം തോറ്റിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇവൻ ബലത്താലിവളെ കൊണ്ടുപോം സുരരൊത്തവൻ. ഈ കൃഷ്ണൻ തൻ്റെ ബലം കൊണ്ട് കന്യകയെ ബലക്കാരനെ പിടിച്ചു കൊണ്ടുപോയി എന്ന് വരാം. അയാൾ സാക്ഷാൽ വിഷ്ണു തന്നെയാണ് ആൾക്കാർ പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ ജരാസന്ധൻ്റെ വാക്കൊക്കെ കൃഷ്ണനോട് ബഹുമാനവും ഭക്തിയുള്ളത് പോലെയാണ്. ഇത് സാക്ഷാൽ വിഷ്ണുവാണ്. കേൾപ്പുണ്ട് പണ്ട് കൈതഭാർണവത്തിൽ താണൊരാട്. കേൾപ്പുണ്ട് പണ്ട് കാലത്ത് ഈ സമുദ്രത്തിൽ താണുപോയ ഭൂമിയെ വരാഹരൂപിയായിട്ട് ഉയർത്തിയത് ഈ കൃഷ്ണനാണ്. ആ വിഷ്ണുവാണ് ഈ കൃഷ്ണനായി വന്നതെന്ന് പറയാണ്. ആ ഭക്തന്മാർക്ക് ആ സ്തുതിക്കുന്ന പോലെയാണ് ഇപ്പോൾ ജരാസന്ധൻ്റെ സ്തുതികൾ കേട്ടാൽ തോന്നുന്നത്. ഇതുവരെ കൃഷ്ണാവതാരം വരെയുള്ള അവതാരങ്ങളൊക്കെ ആൾ എടുത്തു പറയുന്നുണ്ട്, വിസ്തരിച്ച് പറയുന്നുണ്ട്. അവധ്യൻ്റെ അവഗന്ധർവന്മാർക്ക് കിന്നർ ഹർഷ അസുരർക്കുമേ. ഇദ്ദേഹത്തെ വെല്ലുവിളിക്കാനാവില്ല, അവധ്യനാണ്, വധിക്കപ്പെടാൻ കഴിയില്ല. ദേവന്മാർക്കോ ഗന്ധർവന്മാർക്കോ കിന്നരന്മാർക്കോ അസുരന്മാർക്കോ യക്ഷരാക്ഷസ നാഗർക്കും ആനിലും ഭൂമിയിലും അങ്ങനെയുള്ളവനായ ആളാണ് ഇയാൾ. ഇയാൾ പണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നരസിംഹരൂപിയായി വന്നിട്ട് സാക്ഷാൽ ഹിരണ്യേശ്വരനെ വധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നായിട്ട് പറയാൻ. പണ്ട് അതിഥിപുത്രനായി ജനിച്ചിട്ട് മഹാബലിയെ പാതാളത്തിലേക്ക് താഴ്ത്തിയിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയാണ്. കാർത്തവീരൻ, മഹാവീരൻ, കുറേ എണ്ണം പറഞ്ഞു അദ്ദേഹത്തെ. ഇങ്ങനെയൊന്നും ജരാസന്ധൻ പറയുമെന്ന് ഭാഗവതാദി പുരാണങ്ങളെ ശീലമുള്ളവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അവരുടെ ഭക്തിയായിരുന്നുകൊണ്ട് എന്താണ് ഇയാൾ ചെയ്യേണ്ടത്? ഇതൊക്കെ പറഞ്ഞിട്ട് അതാതിരം ചെയ്തു ചക്രീ മായയാലയ പ്രഭാവവാൻ. ഓരോ കാലത്തും ഓരോ മായ ഉപയോഗിച്ചിട്ടാണ് ഈ വിദ്വാൻ ജയിച്ചിട്ടുള്ളത്. അതിനാൽ നിങ്ങളോ അങ്ങനെ ഇടാം, നിങ്ങൾക്കുണ്ട്. ഞാൻ നിങ്ങളോട് പറയാണ്, ആ കേശവൻ വിഷ്ണുനൂനം സുരാദ്യൻ അസുരാന്തകൻ. അസുരന്മാർക്ക് അന്തകനായവനാണ്, ദേവന്മാരിൽ ഉന്നനായിരിക്കുന്നവനാണ്. നാരായണൻ ജഗദ്യോനി പുരാണൻ പുരുഷൻ ധ്രുവൻ, പുരാണ പുരുഷനാണ്. ഇതൊക്കെ കേട്ടാൽ ഒരു സാധാരണ ഭക്തന്മാരുടെ സ്തുതി പോലെയാണ് ഇദ്ദേഹം പറഞ്ഞതൊക്കെ. അതുകൊണ്ട് ഇദ്ദേഹത്തെ അദൃശ്യൻ, സർവലോകർക്കും സർവലോക നമസ്കൃതൻ, അനാദി മധ്യനിധനൻ, അക്ഷരൻ ശാശ്വതൻ അക്ഷരൻ, നാരദാദി ഓഷിമാരോ ഭക്തന്മാരെ സ്തുതിക്കുന്ന പോലെയാണ് ജരാസന്ധൻ്റെ ഭാഗമൊക്കെ. അതുകൊണ്ട് ഇയാൾ എങ്ങനെയാണ് നേരിടേണ്ടത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ ആൾ നിർത്തി. അതുകൊണ്ട് നമ്മൾ വിചാരിക്കണം എന്താ ചെയ്യേണ്ടത്? വിഷ്ണു വന്നതിനാൽ ദോഷം വരുത്തുണ്ടോ ഞാൻ വിചാരിച്ചു ഭവാന്മാരിങ്ങിനി വേണ്ടത് ചെയ്യുവിൻ. നിങ്ങളൊക്കെ കൂടി ആലോചിച്ചിട്ട് കൃഷ്ണൻ എങ്ങനെ നേരിടണമെന്ന് ആലോചിക്കൂ. അപ്പോൾ സുനീതൻ എന്ന് പറയുന്ന രാജാവ് പറഞ്ഞു, ഈ മഹാബാഹുവായ ജരാസന്ധൻ പറഞ്ഞപ്പോൾ ശരിയാണ്, നമ്മൾ വലിയ വൻപടയോട് കൂടിയിട്ട് ഇവിടെയൊക്കെ വന്നു. യഥാർത്ഥത്തിൽ അറിഞ്ഞല്ലോ നിങ്ങൾ പക്ഷിരാജം വന്നപ്പോൾ തന്നെ ആ കൃഷ്ണനെ നേരിടുന്ന പോയിട്ട് ആ ഗരുഡൻ വന്നപ്പോൾ തന്നെ അനവധി ആൾക്കാർക്ക് പരിഭ്രമം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷവേഗ കാറ്റ് തട്ടി ചുറ്റിപ്പോയി അവസ്ഥനം. ആകാശത്ത് സഞ്ചരിക്കുന്നവർ പോലും ഈ ഗരുഡൻ്റെ തലകടി കൊണ്ട് വിഷമിച്ചു പോയിട്ടുണ്ട്.
അങ്ങനെയുള്ള ആ ഗരുഡനോട് കൂടിയാണ് കൃഷ്ണൻ വന്നിരിക്കുന്നത്. നമ്മൾ എന്താണ് ആലോചിക്കുന്നത് വളരെ ആലോചിക്കേണ്ടതാണ്. പണ്ടുള്ള മന്നോ വെച്ചോരു യശോധർമ്മ വിധാനമാം ഈ കുണ്ടിരപുരത്തിങ്കൽ വന്നണഞ്ഞു നരേന്ദ്രരെ. അതുകൊണ്ട് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത് കന്യമൂലം നരേന്ദ്രക്കവും ആഗതൻ ചെന്ന വണ്ണമേ. അതിനായി വന്നിരി ഈ കണ്ണൻ നരനായകൻ ഈ കൃഷ്ണൻ വന്നിരിക്കുക രുക്മിണിയെ തൻ്റെതാക്കി തീർക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരിക്കുന്നു പറഞ്ഞു. നമ്മൾ ആലോചിക്കേണ്ടതാണെന്ന്. കണ്ണൻ്റെ കയ്യൊക്കെ താങ്ങാൻ നമുക്ക് സാധിക്കാത്തതാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ദന്തവക്ത്രൻ രാജാവ് വന്നിട്ട് പറഞ്ഞു, ദന്തവക്ത്രനൊക്കെ സനകാദികളുടെ ശാപം കൊണ്ട് 3ാമത്തെ ജന്മമായിട്ടാണ് ശിശുപാലനും ദന്തവക്ത്രനായി ജനിച്ചതൊക്കെ പുരാണ പ്രസിദ്ധമാണ്. ആ ദന്തവക്ത്രൻ ഇവിടെ പറഞ്ഞു കേട്ടാൽ ഒരു അത്ഭുതം തോന്നും. അയാൾ പറഞ്ഞത് എന്താ വെച്ചാൽ, അല്ലെങ്കിൽ രാജാക്കന്മാരെ, നമ്മൾ കൃഷ്ണൻ വന്നു എന്നുള്ളതിനെ കുറിച്ച് ഇത്ര പരിഭ്രമിക്കാനൊന്നുമില്ല. നമ്മളൊക്കെ എന്തിനു വന്നു? കന്യകയെ മോഹിച്ച് വന്നവരാണ്. അതുപോലെ കൃഷ്ണനും വന്നു. അതിൽ നമ്മൾ ഇത്ര പരിഭ്രമിക്കാൻ എന്താ ഉള്ളത്? യഥാർത്ഥത്തിൽ പരിഭ്രമിക്കല്ല വേണ്ടത്. നാം എല്ലാവരും വന്ന പോലെ കണ്ണനും വന്നിരിക്കാം. കന്യാർത്ഥമായി വന്നതിൽ ഗുണം എന്തെന്തു ദോഷമാം. ആ കൃഷ്ണൻ വന്നുള്ളത് കൊണ്ട് ഗുണദോഷമൊന്നുമില്ല. നമ്മളൊക്കെ വന്ന പോലെ അയാളും വന്നു. കംസവ്യാമോഹനത്തിന് ഈ വീരർ കാട്ടിൽ നിന്നാൽ ദേവർഷിമാർക്കാകുന്നതേ വൃന്ദാവനമണസ്ഥലേ. ആ രാമകൃഷ്ണനെ കൊല്ലുവാൻ വേണ്ടിയിട്ടങ്ങ് വീണ്ടതാം. പിന്നെ ഈ കൃഷ്ണൻ ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയാൽ, കൃഷ്ണനാണോ തെറ്റ് ചെയ്തത്? ഈ കംസനെ കൊന്നത് എന്താണ്? കംസൻ ഈ രാമകൃഷ്ണന്മാരെ വധിക്കാൻ വേണ്ടി പല രൂപത്തിൽ പല ആളെ അയച്ചു ദ്രോഹിച്ചു. അങ്ങോട്ട് ദ്രോഹിച്ചുകൊണ്ട് ഇങ്ങോട്ട് ദ്രോഹിച്ചു. അപ്പം അതിൽ കൃഷ്ണൻ എന്താണ് കുറ്റമുള്ളതെന്നാണ് ഇപ്പോൾ ഈ ദന്താവസ്ഥൻ പറയുന്നത്. ദന്താവസ്ഥനെ പോലെ ആളിങ്ങനെ പറയും, നമ്മൾ സാധാരണ സങ്കല്പിക്കില്ല. അതുകൊണ്ട് നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ആ കൃഷ്ണനെ സ്വീകരിക്കാൻ വേണ്ടുന്നതാണ്. കണ്ണനായി പ്രീതി ഉണ്ടാവാൻ നമ്മൾ നോക്കുക ഭൂപരെ. കണ്ണൻ ഈ കുണ്ടിനത്തേക്കു പോരിനല്ല ആഗമിച്ചതും. ആ കൃഷ്ണൻ ഇപ്പോൾ വന്നില്ല നമ്മളോട് യുദ്ധം ചെയ്യാനോ നമ്മളെ നശിപ്പിക്കാനൊന്നുമല്ല. അങ്ങനെ ഇരിക്കെ കൃഷ്ണനെ കുറിച്ച് അസ്ഥാനസ്ഥമായ ഭയം ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടതാണ് കൃഷ്ണനെ പ്രസാദിപ്പിക്കാൻ വേണ്ടത്. ദന്തവക്ത്രനൊക്കെ കൃഷ്ണന്റെ പ്രഖ്യാത ശത്രുക്കളായിട്ടാണ് ഭാഗവതരൊക്കെ കാണുക. അങ്ങനെ പറഞ്ഞു, വിണ്ണിൽ വിണ്ണോലിൽ വെച്ചിട്ട് ഉത്തമൻ പുരുഷോത്തമൻ വാനോരെയും ലോകരെയും വിശേഷ സൃഷ്ടി ചെയ്തവനൊക്കെ. ഈ നേരത്തെ ജരാസന്ധ സ്തുതി പോലെ സ്തുതിവാക്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ പുരുഷോത്തമനായ ആളാണ്, ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് മഹാത്മാവാങ്കേശമെന്നു ചെയ്യണം നമ്മളൊക്കെയും ഈ വണ്ണം സന്ധി ചെയ്തിട്ടു കണ്ണനൊത്തു ഉയർന്നതാം. നമ്മളൊക്കെ കൂടി ഒത്തുചേർന്ന് എന്നിട്ട് ആ കൃഷ്ണനെ ബഹുമാനിക്കാൻ വേണ്ടത്. അങ്ങനെ വളരെ വിചിത്രമായ രീതിയിലാണ് കഥ പോകുന്നത്. അപ്പോൾ സാൽവൻ ഇടയ്ക്ക് വന്നിട്ട് കാര്യം പറഞ്ഞു, നമ്മൾ ഇവനെ പേടിച്ചിട്ട് ഇരിക്കണം എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? ഇവനെ പേടിച്ചു നമ്മൾ ആയുധം വെച്ചു കൊള്ളുകയോ? കണ്ണനായി സന്ധി ചെയ്യുവാൻ ആയുധം പേടിയുണ്ടവർ. നമ്മളെ ക്ഷത്രിയന്മാരാണ്, നമ്മൾ അയാളോട് പ്രത്യേകിച്ച് ഇപ്പം യുദ്ധത്തിനൊന്നും പുറപ്പെട്ടില്ല. അയാൾ വന്നു നേരിട്ട് നമ്മൾ ഭയപ്പെടാനുള്ള എന്താണ്? അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്താണ്, കാലം വരാതെ ആ കാലം വന്നാലിരുന്നില്ല. കൃഷ്ണനെ പറ്റി ഭയപ്പെടാനൊന്നുമില്ല. നമ്മളെ കാലം അടുത്തു കഴിഞ്ഞാൽ നമ്മൾ മരിക്കും. കാലം അടുത്തില്ല എന്നുണ്ടെങ്കിൽ കൃഷ്ണൻ വന്നാലും ആര് വന്നാലും മരിക്കാനുമില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അവൻ ഇനിയിപ്പോൾ കൃഷ്ണൻ കന്യകയ്ക്ക് വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഒരു കുറ്റമാണെന്ന് പറയാൻ വയ്യ. കന്യക സ്വയംവരം അനുഷ്ഠിക്കുന്നെങ്കിൽ കന്യക കിട്ടുന്നയാൾ കൊണ്ടുപോകും. അപ്പോൾ അത് നേരിടാം നമുക്ക് എന്ന് പറഞ്ഞു. ഞാൻ പലതും പറഞ്ഞു. അപ്പോൾ ഭീഷ്മകൻ പറഞ്ഞു, രുക്മിണിയുടെ പിതാവായ ഭീഷ്മകൻ പറഞ്ഞു, കൃഷ്ണനെ പോയിട്ട് ബഹുമാനിക്കുന്ന നല്ലതെന്ന് പറഞ്ഞു. അഭിമാനി ദേശീയൻ്റെ മകൻ ജീവിച്ചു പോരുമോ? പക്ഷെ ഭീഷ്മകന്റെ ഭയം മുഴുവൻ എന്താ വെച്ചാൽ, കൃഷ്ണനെ പറ്റി ലവലേശം ബഹുമാനം ഇല്ലാത്ത ആളും കൃഷ്ണന്റെ വിരോധിയാണ് തൻ്റെ മകനായ ഈ രുക്മിണിയുടെ സഹോദരൻ ജ്യേഷ്ഠനാണ്. അപ്പോൾ അയാൾ യുദ്ധത്തിന് ഞാൻ പുറപ്പെടുമോ? അയാളെ പറ്റി ഇപ്പം ഒന്നും ഇവിടെ ഒന്നും പരാമർശമില്ല. അയാൾ ആ സ്ഥലത്തുള്ളതായിട്ട് കാണുന്നുമില്ല. അപ്പോൾ അയാൾ കൃഷ്ണനായിട്ട് യുദ്ധം ഉണ്ടായിരുന്ന കുഴപ്പത്തിലാക്കുമോ? എൻ്റെ മകന് ജീവൻ തന്നെ ബാക്കി ഉണ്ടാകുമെന്ന് പേടിയാണ്. അഭിമാനി ദേശീയൻ്റെ മകൻ ജീവിച്ചു പോരുമോ? കണ്ണൻ്റെ കയ്യാലൻ മകനു ജീവൻ കാണുന്നതില്ല ഞാൻ. കൃഷ്ണനുമായിട്ട് ഏറ്റുമുട്ടിയാൽ എൻ്റെ മകൻ്റെ കാര്യം എനിക്ക് കഷ്ടത്തിലാവും എന്നൊക്കെ അയാൾ പരിഭ്രമിച്ചു. ഏതായാലും അയാളും കുറേ പുകഴ്ത്തി. ഭീഷ്മകനും കൃഷ്ണൻ്റെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. കംസനെ കൊന്ന കഥ, അതേപോലെ ശൃഗാലൻ എന്ന് പറഞ്ഞ രാജാവിന് നേരത്തെ പറഞ്ഞല്ലോ കൊന്നത്. പിന്നെ അനവധി രാജാക്കന്മാർ ഗോമന്ത പർവ്വതത്തിൽ ഒരുമിച്ച് നിന്ന് ഒട്ടുപോലും ഗോമന്തത്തിൽ പലർ വളഞ്ഞ് അവയിൽ ഭേദമന്രണം അവിടെ വെച്ച് ഗംഭീരമായ യുദ്ധം ഉണ്ടായി. അതൊക്കെ ജയിച്ച ആളാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ദന്തവക്തൻ പറഞ്ഞതുപോലെ നമ്മൾ ഇരുന്നിട്ട് നേരത്തെ ബഹുമാനിക്കുക ഞാൻ വേണ്ടത്. അങ്ങനെ എല്ലാവരും കൂടി എന്ത് ചെയ്തു?
പോകാൻ അച്യുത പ്രീതി ഉണ്ടാക്കാൻ പോകുവാൻ തീർച്ചയാക്കിനാർ. കൃഷ്ണന്റെ പ്രീതി നേടണമെന്ന് വിചാരിച്ചിട്ട് ഇവരൊക്കെ കൂടിയിട്ട് ആ കൈശികന്റെ ഗൃഹത്തിലേക്ക്, നേരത്തെ ഉള്ള ഭീഷ്മകന്റെ പിതാവായ കൈശികന്റെ ഗൃഹത്തിലായിരുന്നു കൃഷ്ണനുള്ളത്. അവിടെ ചെന്നിട്ട് ജയമായിട്ട് ആൾക്കാരൊക്കെ കൂടി അദ്ദേഹത്തിനെ അഭിഷേകം ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞത്. അതായത് ഇദ്ദേഹം കംസനെ കൊന്നെങ്കിൽ രാജാധികാരം ഏറ്റെടുത്തില്ലല്ലോ. സിംഹാസനമൊക്കെ ഉഗ്രസേന കൊടുക്കുക ചെയ്തത്. കൃഷ്ണൻ യഥാർത്ഥത്തിൽ രാജാവായിക്കാൻ യോഗ്യനാണ്. അതുകൊണ്ട് കൃഷ്ണൻ എന്താണ്, ഒരു രാജത്വം നമ്മൾ കൊടുക്കേണ്ടതാണ്, അത് അഭിഷേകം ചെയ്യേണ്ടതാണെന്നിട്ട് അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു. വൈനതേയൻ വിദർഭത്തിൽ കണ്ണനൊത്താകമിക്കവേ ആ കൈശികൻ പറയുകയും ചെയ്തതാണ്, സിംഹാസനം കയറവയ്യ പുരമില്ലവനൊന്നുമേ. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പുരങ്ങളൊന്നുമില്ല, സിംഹാസനത്തിൽ ഇരുന്നതുമില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യാം, ഞങ്ങളും ചെയ്തതാം കർമ്മം പല പേർ നരനാഥരും മറിച്ചാക്കാവല്ലരണേ ജരാസന്ധന് പോലുമേ. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പൂജിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ കൃഷ്ണനോട് ഇന്ന് പറഞ്ഞു. കരിയെ ചെന്ന് കുമ്പിട്ട മഹാഭാഗനുണർത്തിനാൻ എന്നൊക്കെയാണ് മഹാഭാഗനെ കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. അതിന് അധികമായിട്ട് കൃഷ്ണനെ സിംഹാസനത്തെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അത്ഭുതകരമായ സംഭവം ഉണ്ടായത്, ഈ ഭീഷ്മകന്റെ സിംഹാസനത്തിലെങ്ങാനാണ് തൽക്കാലം കൃഷ്ണനെ ഇരുത്താൻ ശ്രമിച്ചത്. അപ്പോൾ ഇന്ദ്രൻ വിട്ടൊരു ദൂതൻ വന്നിട്ട് പറഞ്ഞു, അങ്ങനെ ചെയ്യണ്ട, ഇന്ദ്രൻ തന്നെ എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു സിംഹാസനം കൊടുത്തയച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇരുത്താം എന്ന് പറഞ്ഞിട്ട് ചിത്രാംഗതൻ എന്ന് പറയുന്ന ഒരാൾ വന്നതാണ്. അതുകൊണ്ട് മർത്യർക്ക് ദേവന്മാർ നിർവക്കാർ മരദേവകൾ വാനർക്കു ദേവൻ ദേവേന്ദ്രനു ജനാർദ്ദനൻ. ഈ കൃഷ്ണൻ ചില്ലറ കാലമല്ല, ലോകത്തിൻ്റെ നാഥനാണ് ദേവന്മാർക്ക് നാഥൻ ഇന്ദ്രനാണ്. ആ ഇന്ദ്രന് കൂടി നാഥനാണ് ഈ ജനാർദ്ദനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ. അതുകൊണ്ട് അദ്ദേഹത്തെ കേമമായിട്ട് ഇരുത്തേണ്ടതാണെന്ന് പറഞ്ഞിട്ട് സ്വർഗലോകത്ത് കൊണ്ടുവന്നായ വിശ്വകർമ്മ സൃഷ്ടിച്ച അതിമനോഹരമായ സിംഹാസനം ഇരുത്തി കേമമായിട്ട് അഭിഷേകമൊക്കെ ചെയ്തു. അഭിഷേകം കഴിഞ്ഞപ്പോൾ സിംഹാസനം കൊണ്ടുപോയി എന്ന് പിന്നെ പറയുന്നുണ്ട്. അത് ചെന്നു ഭീഷ്മകനെ മുൻപിലാക്കി പടയണമെന്നവൻ, ആ ഭീഷ്മകൻ മഹാബാഹോ നിജസൈന്യത്തുണർന്നവൻ നിർവന്മാരൊർത്തു എന്നിട്ടു ചുട്ടുമുള്ളും ഹൃദയത്തിൽ വലിയ വേവലാതി ഒഴിവാഞ്ഞെന്നർത്ഥം. കണ്ണൻ മഹാബാഹു കഴിച്ചു കാലയെ വാണിടും നിറം. കൈശികൻ്റെ വീട്ടിൽ അവിടെ കൊട്ടാരത്തിൽ താമസിക്കുന്ന കൃഷ്ണനെ ചെന്ന് കണ്ടു. ദിവ്യപ്പൂമാല വിലസൽ ദിവ്യഗന്ധമണത്തൊടും ശ്രീയാണ്ടനും വിമാനങ്ങളിൽ ചുറ്റും ശോഭിച്ചിടുംപടി ദിവ്യാപ്സര സ്ത്രീകൾ വിദ്യാധരന്മാരവരുന്നതും അങ്ങനെയുള്ളതായ ദേവന്മാരെ പോലെ ഇദ്ദേഹത്തെ കേമായിട്ട് പൂജിച്ചു. കേമായിട്ട് ശ്രീമാൻ ഹരി പുറപ്പെട്ടു സർവമംഗള പൂജിതൻ. അങ്ങനെ കേമായിട്ട് അഭിഷേകം ചെയ്തു നോക്കിയാണ് പറഞ്ഞത്. അത് കേമായിട്ട് ഭഗവാനെ സൽക്കരിച്ചു. ഭഗവാൻ എല്ലാവരും കൂടി പൂജിച്ചു. ഭഗവാൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ ആരും വിരോധമില്ല, ഞാൻ വിവാഹാർത്ഥിയായിട്ടാണെങ്കിൽ കൂടി ഭീഷ്മകനൊരു തന്ത്രവും പ്രയോഗിക്കുന്നില്ല. ഭീഷ്മകൻ വന്നിട്ട് കൃഷ്ണനോട് പറഞ്ഞു, അല്ലയോ കൃഷ്ണ, രഹസ്യമായിട്ട് അദ്ദേഹത്തോട് പറയുന്നില്ല, എനിക്ക് ഈ കന്യകയെ സ്വയംവരത്തിൽ കൊടുക്കണം വിചാരമില്ല. പക്ഷെ രുക്മി സമ്മതിക്കാത്തതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ അങ്ങേക്ക് എന്നോട് വിരോധം തോന്നരുതെന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അങ്ങേക്ക് എന്നോട് ഉള്ളുകൊണ്ട് സ്നേഹമൊന്നുമില്ല. യഥാർത്ഥത്തിൽ മകനെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുക അങ്ങ് ചെയ്യുന്നത്. അങ്ങേക്ക് എന്നോട് ഉള്ളുകൊണ്ട് ബഹുമാനമില്ലാതെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ കൊട്ടാരത്തിൽ വരാതെ ഈ കൈശികൻ്റെ കൊട്ടാരത്തിൽ ഇവിടെ വരുന്നത്. ഏതായാലും ഞാൻ കുഴപ്പത്തിൽ നിന്നും പുറപ്പെടുന്നില്ല. നിങ്ങളെന്നെ വേണ്ട പോലെ പൂജിക്കുകയും ചെയ്തു. ആതിഥ്യമില്ല എന്ന് അറിഞ്ഞവൻ ഈശ്വരൻ നിൻഗൃഹേ നാണിച്ചു ഈ രാജേന്ദ്രാജാകെ അവല്ലാത്ത ഞാൻ നൃപ. എനിക്ക് രാജ്യത്വമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ രാജാവായി അങ്ങേർക്ക് വരാതിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കൈശികൻ്റെ കരുത്തിലേക്ക് വന്നത്. ഏതായാലും ഭീഷ്മ പറഞ്ഞു, കന്യാദാനം മന്നവർക്കങ്ങ് ഇച്ഛിപ്പിയില്ല സ്വയം വരെ പ്രസാദിക്കോ ദേവേശ, കോപം ചെയ്യുക വേണമേ, എന്നോട് കോപിക്കരുത്. ഞാൻ ഈ മകൾക്ക് ഇപ്പം സ്വയംവരം, അതായത് ഇച്ഛാസ്വയംവരമായിട്ട് അനേക രാജാക്കന്മാരെ ക്ഷണിച്ച് ഇഷ്ടമുള്ളവളെ കന്യക വരിച്ചോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നർത്ഥം. എന്നൊക്കെയാണ് ഇവിടെ ഭീഷ്മകൻ പറയുന്നത്. പിന്നെ താൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവാം, അയാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചുള്ളൂ എന്ന്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അങ്ങെന്തിന് ചൊല്ലുന്നു മുഖേ രാജാവേ മഹാമതേ. അല്ലയോ രാജാവേ, അങ്ങനത്തെ എന്തിനോട് എന്ത് പറയുന്നു? അങ്ങയുടെ മകളെ അങ്ങ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. ഇന്നയാൾക്ക് കൊടുക്കരുതെന്നോ കൊടുക്കണമെന്ന് പറയാൻ വേറെ ഒരാൾക്കാണ് അധികാരമുള്ളത്. കൊടുക്കല്ലെന്നോതുമില്ല, തരികെന്നോതുമില്ല ഞാൻ. എനിക്ക് തരുമെന്ന് ഞാൻ പറയുകയില്ല. രുക്മിണി ദിവ്യമൂർത്തി എനിക്ക് ആ രുക്മിണി ദിവ്യമൂർത്തിയാണെന്നറിയാം. ആ രുക്മിണി സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ
അംശമാണ് ഞാൻ അറിയുന്നുണ്ട്. ഞാൻ ഏതായാലും ഇവിടെ വന്നു, നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്തു. ഞാൻ തിരിച്ചു പോയിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് തൽക്കാലം അവിടുന്ന് മധുരയിലേക്ക് തന്നെ തിരിച്ചു പോയി എന്നുള്ളതാണ് പറയുന്നത്. പുള്ളിതമ്പലം കഴിഞ്ഞില്ല, പിന്നീടുള്ള സംഭവങ്ങളിലാണ് ഇങ്ങനെ വിവാഹം ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പം ഇങ്ങനെ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും തൊഴുത് നമസ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. ഭീഷ്മ പറഞ്ഞു, ദേവദേവ തൊഴാം അങ്ങേക്ക് അനാദിധനന്നിതാ ശാശ്വതൻ ആദിദേവനോ നാരായണ പരായണ സ്തുതിച്ചു. കൃഷ്ണൻ ആദരവൊക്കെ വാങ്ങി കൃഷ്ണനെ അവർ ഏമായിട്ട് രാജ്യത്വം കൊടുത്തിട്ട് ബഹുമാനിച്ചു. അതൊക്കെ ശേഷം കൃഷ്ണൻ തിരിച്ച് മധുരയിലേക്ക് വരികയും ചെയ്തു എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അതിന് ശേഷം ഉള്ള സംഭവങ്ങളിലാണ് എങ്ങനെയാണ് രുക്മിയെ കൃഷ്ണൻ വിവാഹം ചെയ്തതെന്നൊക്കെ പറയാൻ പോകുന്നത്. അവിടെയാണ് കാലയവനം വരുന്നതും കാലയവൻ്റെ കഥയൊക്കെ നമ്മൾ പരാമർശിക്കുന്നത്. ഭാഗവത്തിലാകട്ടെ 2.5 അധ്യായം കൊണ്ട് രുക്മിണി സ്വയംവരത്തിന് ഒന്നും സങ്കീർണമില്ലാതെ പറയുക ചെയ്തത്. രുക്മിണിക്ക് തന്നോട് അനുരാഗമുണ്ട് എന്ന് ദൂതൻ മുഖാന്തരം അറിഞ്ഞപ്പോൾ അവരങ്ങോട്ട് പുറപ്പെട്ടു. അനേക രാജാക്കന്മാരങ്ങോട്ട് നോക്കി നിൽക്കെ ഈ ഗരുഡൻ പണ്ട് അമൃതകലശം തട്ടിയെടുത്ത പോലെ രുക്മിണി അവരൊക്കെ കാണാൻ അപഹരിച്ച് തേരിൽ കയറ്റിയിട്ട് ദ്വാരയിലേക്ക് കൊണ്ടുവന്നിട്ട് വിധിപ്രകാരം പിന്നീട് വിവാഹം ചെയ്തു എന്ന് പറയുക ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കുറേ ഇപ്പം നമ്മൾ കേട്ടതുപോലെ കുറേ വ്യത്യാസങ്ങളും രാജാക്കന്മാരുടെ മനോഭാവത്തിലുള്ള വ്യതിയാനങ്ങളൊക്കെ ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി രുക്മിണി സ്വയംവരം നടന്നു എന്നൊക്കെയുള്ളത് തുടർന്നുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാം. നമസ്കാരം.